നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പനത്തടി ഗ്രാമപഞ്ചായത്ത് പട്ടികവർഗ പുനരധിവാസ മിഷൻ 10 വീടുകളുടെ താക്കോൽദാന ചടങ്ങ് നടന്നു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ മന്ത്രി OR കേളു താക്കോൽദാനം നിർവഹിച്ചു. കേരള സർക്കാർ ആയുഷ് വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ കേരളം വൺ എർത്ത് വൺ ഹെൽത്ത് 11ാം അന്താരാഷ്ട്ര യോഗാ ദിനം കാസർഗോഡ് ജില്ലാതല പരിപാടി നടന്നു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് പരിപാടി നടന്നത്. കാസർഗോഡ് തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന കവർച്ചാ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഓടിപ്പോയി. ഒളിവിൽ പോകാനുള്ള ശ്രമത്തിനിടയിൽ പ്രതിയെ 1 മണിക്കൂറിനകം പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻ കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രസിഡന്റായിരുന്ന MV ദാമോദരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ഫോൺ ഡയറക്ടറി പ്രകാശനവും നടന്നു. SLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. തരിശുപാടത്ത് നെൽകൃഷിയിറക്കി പെരിയാപരപ്പ കെട്ട് ശ്രീ വയനാട്ടുകുലവൻ സേവാ സമിതി. 4 ഏക്കറോളം തരിശുഭൂമിയിലാണ് നെൽകൃഷി ഇറക്കുന്നത്. കാഞ്ഞങ്ങാട് സ്വാതി യോഗ നാച്ചുറോപ്പതി എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാനും പ്രശസ്ത യോഗാചാര്യനുമായ KN ശംഭു നമ്പൂതിരി യോഗ പരിശീലനം തുടങ്ങിയിട്ട് 50 വർഷം തികയുന്നു. 50ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പനത്തടി ഗ്രാമപഞ്ചായത്ത് പട്ടികവർഗ പുനരധിവാസ മിഷൻ 10 വീടുകളുടെ താക്കോൽദാന ചടങ്ങ് നടന്നു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ മന്ത്രി OR കേളു താക്കോൽദാനം നിർവഹിച്ചു. പനത്തടി ഗ്രാമപഞ്ചായത്ത് പട്ടികവർഗ പുനരധിവാസ മിഷൻ 10 വീടുകളുടെ താക്കോൽദാന ചടങ്ങ് നടത്തി. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ മന്ത്രി OR കേളു താക്കോൽദാനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. K മധുസൂദനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M ലക്ഷ്മി, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭൂപേഷ് K, പനത്തടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM കുര്യാക്കോസ്, M പത്മകുമാരി, ലത അരവിന്ദ്, സുപ്രിയ ശിവദാസ്, മഞ്ജുഷ, പ്രീതി KS, സൗമ്യ മോൾ PK, രാധാ സുകുമാരൻ, N വിൻസെന്റ്, വേണുഗോപാൽ KK, ഒക്ലാവ് കൃഷ്ണൻ, MC മാധവൻ, വിനു വർഗീസ്, M പ്രതാപ് ചന്ദ്രൻ, MB ഇബ്രാഹിം, P രാമചന്ദ്ര സരളായ എന്നിവർ സംസാരിച്ചു. പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് സ്വാഗതവും സംഘാടക സമിതി കൺവീനർ അഡ്വക്കേറ്റ് രാധാകൃഷ്ണ ഗൌഡ നന്ദിയും പറഞ്ഞു. കല്ലപ്പള്ളി ബാട്ടോളിയിൽ വെച്ചായിരുന്നു ചടങ്ങ് നടന്നത്. ന്യൂസ് ബ്യൂറോ പനത്തടി. കേരള സർക്കാർ ആയുഷ് വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ കേരളം വൺ എർത്ത് വൺ ഹെൽത്ത് 11ാം അന്താരാഷ്ട്ര യോഗാ ദിനം കാസർഗോഡ് ജില്ലാതല പരിപാടി നടന്നു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് പരിപാടി നടന്നത്. കേരള സർക്കാർ ആയുഷ് വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ കേരള വൺ എർത്ത് വൺ ഹെൽത്ത് 11ാം അന്താരാഷ്ട്ര യോഗാ ദിന കാസർഗോഡ് ജില്ലാതല പരിപാടി കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് നടന്നത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ബേസിൽ, ഡോക്ടർ നിർമ്മല, ഡോക്ടർ മഹേഷ് PS, MV നാരായണൻ, ഡോക്ടർ ശ്രുതി പണ്ഡിറ്റ്, ഡോക്ടർ പ്രദീപ് ദാമോദരൻ, ഡോക്ടർ വിനോദ്, MS സീനിയർ സൂപ്രണ്ട് ബിന്ദു V എന്നിവർ സംസാരിച്ചു. ISM ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ തുഷാര P സ്വാഗതവും ഡോക്ടർ ഹർഷൻ സൂസൻ ഏലിയാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. കാസർഗോഡ് തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന കവർച്ചാ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഓടിപ്പോയി. ഒളിവിൽ പോകാനുള്ള ശ്രമത്തിനിടയിൽ പ്രതിയെ 1 മണിക്കൂറിനകം പോലീസ് അറസ്റ്റ് ചെയ്തു.
ಕಾಸರಗೋಡಿನ ತಚ್ಚಂಗಾಡ್ ಸರ್ಕಾರಿ ಪ್ರೌಢಶಾಲೆಯಲ್ಲಿ ನಡೆದ ದರೋಡೆ ಪ್ರಕರಣದಲ್ಲಿ ಪೊಲೀಸರಿಂದ ಬಂಧಿಸಲ್ಪಟ್ಟ ಆರೋಪಿ ಪೊಲೀಸ್ ಠಾಣೆಯಿಂದ ಪರಾರಿಯಾಗಿದ್ದಾನೆ. ಪರಾರಿಯಾಗಲು ಯತ್ನಿಸುವ ನಡುವೆ ಆರೋಪಿಯನ್ನು 1 ಗಂಟೆಯ ಒಳಗೆ ಪೊಲೀಸರು ಬಂಧಿಸಿದ್ದಾರೆ. ಬೇಕಲ್ ತಾಯಲ್ಮವಲ್ ನಿವಾಸಿ ತಚ್ಚಂಗಾಡ್ನಲ್ಲಿ ವಾಸಿಸುವ ಪಿಕೆ ಮೊಹಮ್ಮದ್ ಸಫ್ವಾನ್ನನ್ನಾಗಿದೆ ಗುರುವಾರ ರಾತ್ರಿ 8:30 ಸುಮಾರಿಗೆ ತ್ರಿಕ್ಕನ್ನಾಡ್ ಮಲಂಕುನ್ನು ಎಂಬಲ್ಲಿ ಬಂಧಿಸಿರುವುದು. ಕಳ್ಳತನದ ಪ್ರಕರಣದ ಜೊತೆಗೆ ಠಾಣೆಯಿಂದ ಪರಾರಿಯಾಗಲು ಯತ್ನಿಸಿದ ಎಂಬ ಪ್ರಕರಣವನ್ನು ಆರೋಪಿಯ ವಿರುದ್ಧ ದಾಖಲು ಮಾಡಲಾಗಿದೆ. ಗುರುವಾರ ರಾತ್ರಿಯಾಗಿದೆ ತಚ್ಚಂಗಾಡ್ ಶಾಲಾ ಕಾಂಪೌಂಡ್ನ ಒಳಗೆ ಪಳ್ಳಿಕರ ಪಂಚಾಯತ್ ಸಿಡಿಎಸ್ ನಡೆಸುವ ಮಾಕೇರ್ ಶಾಪ್ನಲ್ಲಿ ಕಳ್ಳತನ ನಡೆಸಿರುವುದು. ಶಾಲೆಯ ಸಮೀಪದ ಸಿಸಿಟಿವಿ ಕ್ಯಾಮೆರಾಗಳಲ್ಲಿ ತಪಾಸಣೆ ನಡೆಸಿ ನಂತರ ಆರೋಪಿ ಸಫ್ವಾನ್ ಎಂದು ತಿಳಿದು ಬಂದ ನಂತರ ಆರೋಪಿಯನ್ನು ಬಂಧಿಸಲಾಗಿದೆ. ಠಾಣೆಗೆ ಕರೆತಂದ ಆರೋಪಿಯ ಹೇಳಿಕೆ ದಾಖಲಿಸಿಕೊಂಡ ನಂತರ ಠಾಣೆಯೊಳಗೆ ಕೂರಿಸಲಾಗಿತ್ತು. ಈ ಮಧ್ಯೆ ಪೊಲೀಸರ ಕಣ್ಣು ತಪ್ಪಿಸಿ ಸಫ್ವಾನ್ ಠಾಣೆಯಿಂದ ಓಡಿ ಹೋಗಿದ್ದಾನೆ. ಪೊಲೀಸರು ಆತನ ಹಿಂದೆ ಓಡಿದರೂ ಪತ್ತೆ ಮಾಡಲು ಸಾಧ್ಯವಾಗಿರಲಿಲ್ಲ. ನಂತರ ಕಸ್ಟಡಿಯಲ್ಲಿ ಪರಾರಿಯಾಗಿದ್ದಕ್ಕಾಗಿ ಪ್ರಕರಣ ದಾಖಲಿಸಲಾಯಿತು. ವಿವಿಧ ಸ್ಥಳಗಳಲ್ಲಿ ಹುಡುಕುತ್ತಿದ್ದಾಗ ಮಲಂಕುನ್ನುವಿನ ರೈಲ್ವೆ ಹಳಿಯ ಸಮೀಪ ಸಫ್ವಾನ್ನನ್ನು ಬೇಕಲ್ ಪೊಲೀಸ್ ಇನ್ಸ್ಪೆಕ್ಟರ್ ಕೆಪಿ ಶೈನ್ ಹಾಗೂ ತಂಡ ವಶಕ್ಕೆ ಪಡೆದಿದೆ. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. മുൻ കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രസിഡന്റായിരുന്ന MV ദാമോദരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ഫോൺ ഡയറക്ടറി പ്രകാശനവും നടന്നു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ മുൻ പ്രസിഡന്റ് MV ദാമോദരൻ 29ാം ചരമവാർഷിക ദിനം ആചരിച്ചു. പ്രസ് ഫോറം അംഗങ്ങളുടെ മക്കളിൽ SSLC +2 വിജയികളായവർക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ഹാൾ വെച്ചായിരുന്നു ചടങ്ങ് നടന്നത്. നെഹ്റു കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി വിജയകുമാർ അനുമോദനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിനെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തിയെയും വളരെ പണ്ട് തന്നെ അറിയുന്ന ഒരാളാണ് ഞാൻ. അതിൽ നേരത്തെ സ്വാഗതവാർഷികൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന വിജയേട്ടനൊക്കെ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജന്മദേശത്തിൻ്റെ കെട്ട് എനിക്ക് അയച്ചു തന്ന 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സിലൊക്കെ ഞാൻ ജന്മദേശത്തിൻ്റെ ഒരു ഏജൻ്റായിരുന്നു. എനിക്ക് കൃത്യമായിട്ട് സഫാമാർവ ബസ്സിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സുകളിൽ എൻ്റെ അധ്യാപകരും എനിക്ക് സമയം തന്നിരുന്നു ഇങ്ങനെ പത്രവിൽപ്പന നടത്താൻ. അങ്ങനെ ആ കെട്ട് വാങ്ങി വിറ്റ് പിന്നെ +2 പഠിച്ച് ഡിഗ്രി പഠിക്കുമ്പോൾ മനോരമയുടെ ഏജൻസി എടുത്ത് പാക്കം മാധവേട്ടനൊക്കെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ സമയത്ത് മനോരമയുടെ ഏജൻസിയൊക്കെ എടുത്ത് പിന്നെ മാതൃഭൂമി മാവുങ്കൽ വന്ന് മാതൃഭൂമി വാങ്ങി ബാബുവേട്ടനൊക്കെ അന്നേ അറിയാം. ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം. അപ്പം തീർച്ചയായിട്ടും ഒരുപക്ഷെ എൻ്റെ പഠന ചെലവ് ഈ പത്ര വിൽപ്പനയിലൂടെ തന്നെ മാക്സിമം കണ്ടെത്തിയൊരു വ്യക്തിയാണ്. പ്രസ് ഫോറം പ്രസിഡന്റ് ഫസ്ലൂർ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ഹോസ്ദുർഗ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി നാരായണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രസ് ഫോറം അംഗങ്ങളുടെ ഫോൺ ഡയറക്ടറി മൻസൂർ ഹോസ്പിറ്റൽ MD ഷംസുദ്ദീൻ പാലക്കി, മാരുതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ആൻഡ് ടെക്നോളജി എഡ്യൂക്കേഷൻ MD SP ഷാജിക്ക് നൽകി പ്രകാശനം ചെയ്തു. ചടങ്ങിൽ വെച്ച് +2 പരീക്ഷയിൽ സയൻസ് വിഷയത്തിൽ 1200-ൽ 1200 മാർക്കും വാങ്ങിയ P. ദേവിക, പ്രസ് ഫോറം അംഗങ്ങളുടെ മക്കളിൽ വിജയികളായ KV ശ്രീലക്ഷ്മി, ഫിദ ഫാത്തിമ, OV ശിവനന്ദന, അദ്വൈത് മോഹൻ, K. ദേവ്ജ്യോത്, മുഹമ്മദ് റബി, K. കാർത്തിക്, TN സുധീർ എന്നിവരെ അനുമോദിച്ചു. ചടങ്ങിൽ ബഷീർ ആറങ്ങാടി, K. ബാബു, T. മുഹമ്മദ് അസ്ലം, TK നാരായണൻ എന്നിവർ സംസാരിച്ചു. പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതവും വൈസ് പ്രസിഡന്റ് KS ഹരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തരിശുപാടത്ത് നെൽകൃഷിയിറക്കി പെരിയാപരപ്പ കെട്ട് ശ്രീ വയനാട്ടുകുലവൻ സേവാ സമിതി 4 ഏക്കറോളം തരിശുഭൂമിയിലാണ് നെൽകൃഷി ഇറക്കുന്നത്. പെരിയ തരിശുപാടത്ത് നെൽകൃഷിയുമായി പരപ്പക്കെട്ട് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്തിന്റെയും ദേവസ്ഥാന രക്ഷാധികാരി P. ഗംഗാധരൻ നായർ പരപ്പക്കെട്ട് എന്നിവരുടേതടക്കം 4 ഏക്കറോളം തരിശുഭൂമിയിലാണ് നെൽകൃഷി ഇറക്കുന്നത്. ഞാറുനടിയിൽ ഉത്സവം പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ ഉത്സവത്തിൻ്റെ ആഘോഷത്തിമർപ്പിലേക്ക് പോവുകയാണ് നമ്മുടെ ഈ ഗ്രാമം.
മരപ്പക്കെട്ട് ദേവസ്ഥാനം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള വയനാട്ടുകുലവൻ ദൈവംകെട്ട് മഹോത്സവത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു നടീൽ ഉത്സവമാണ് നമ്മൾ ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത്. ഈ നാട്ടിലെ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് എല്ലാ മനസ്സുകളും കൈകോർത്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ ഇന്ന് ഈ നടീലുത്സവം ഇവിടെ ആരംഭിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ദേവീ ദേവന്മാരെല്ലാം പ്രകൃതിയും മനുഷ്യനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സന്തുലിതാവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിട്ട് പ്രവർത്തിക്കുന്നു. ദേവസ്ഥാന പ്രസിഡന്റ് പ്രമോദ് പെരിയ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാർത്തിയായനി കൃഷ്ണൻ, ക്ഷേത്ര രക്ഷാധികാരി പി ഗംഗാധരൻ നായർ, ഓഫീസർ കെ ജയപ്രകാശ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ മണികണ്ഠൻ, സുനിൽ മൂന്നാം കടവ്, കുഞ്ഞിക്കണ്ണൻ ബദിരക്കടവ്, തമ്പാൻ നായർ പരപ്പക്കെട്ട്, ഭാസ്കരൻ മൂര്യാനം, മണികണ്ഠൻ മിന്നുംകുളം, പത്മനാഭൻ നായർ, ഷൈനി കുഞ്ഞമ്പു, ഉർമിള പരപ്പക്കെട്ട്, ഉമ ചെരമ്പപ്പാറ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. കാഞ്ഞങ്ങാട് സ്വാതി യോഗ നാച്ചുറോപ്പതി എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാനും പ്രശസ്ത യോഗാചാര്യനുമായ KN ശംഭു നമ്പൂതിരി യോഗ പരിശീലനം തുടങ്ങിയിട്ട് 50 വർഷം തികയുന്നു. 50ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് സ്വാതി യോഗ നാച്ചുറോപ്പതി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാനും പ്രശസ്ത യോഗാചാര്യനുമായ KN ശംഭു നമ്പൂതിരിയുടെ യോഗ പരിശീലനത്തിന് 50 വർഷം തികയുകയാണ്. 50ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിപുലമായ ചടങ്ങ് നടന്നു. കാഞ്ഞങ്ങാട് കുന്നുമ്മൽ യോഗ ഹാളിൽ വെച്ചായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അതിൽ നിന്നെല്ലാം വിമുക്തി നേടാൻ ഒറ്റ മാർഗ്ഗമില്ല യോഗ അഭ്യസിക്കുക എന്ന് തന്നെയാണ്. ആദ്യത്തിൽ എല്ലാവരും യോഗയിലേക്ക് ആകർഷിച്ചിരിക്കുകയാണ്. സിലബസിന്റെ ഭാഗമായി അതായത് കുട്ടികൾ നന്നായി പഠിക്കാൻ കഴിയും. യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് കോളേജിലെ ഡിഗ്രി പോകാൻ വേണ്ടി കഴിയും, നേടാൻ വേണ്ടി കഴിയും യോഗയിൽ. അങ്ങനെയുള്ള അക്കാഡമിക് തലത്തിലും വലിയ പ്രാധാന്യം പ്രസക്തിയും വർദ്ധിച്ചിരിക്കുകയാണ്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഐശ്വര്യകുമാരൻ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷ KV സുജാത യോഗ വ്യായാമ ഉപകരണങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രമുഖ വ്യക്തികൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യോഗാചാര്യൻ N ശംഭു നമ്പൂതിരി മറുപടി പ്രസംഗം നടത്തി. ആഘോഷ കമ്മിറ്റി കൺവീനർ EV വിജയൻ സ്വാഗതവും ആഘോഷ കമ്മിറ്റി ട്രഷറർ M കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് യോഗ ക്ലാസ് അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും യോഗ ഡാൻസും ശ്രദ്ധേയമായി.
യോഗാചാര്യൻ ശംഭു മാസ്റ്റർ യോഗയിലേക്ക് പ്രവേശിച്ചതിന്റെ 50-ാം വാർഷികാഘോഷങ്ങൾക്കും യോഗാ സ്ഥാപനത്തിന്റെ വിപുലീകരണത്തിനും വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്നതിനും വേണ്ടിയായുള്ള സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കോയങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. തങ്കയം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സ്മാരക ഗ്രന്ഥാലയ ഹാളിൽ നടന്ന പരിപാടി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവ ഉദ്ഘാടനം ചെയ്തു. ദിനാചരണ ഭാഗമായി തെക്കുംപാട് യുവജന ഗ്രന്ഥാലയം വനിതാവേദിയുടെ നേതൃത്വത്തിൽ യോഗ നൃത്തം, MAM വായനാശാല യോഗ ക്ലബിന്റെ നേതൃത്വത്തിൽ യോഗ പ്രദർശനം, സൂര്യ നമസ്കാരം എന്നിവ നടന്നു. തങ്കയം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സ്മാരക ഗ്രന്ഥാലയ ഹാളിൽ നടന്ന പരിപാടി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവ ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ പരിശീലകരായി മറ്റു പല ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ തൃക്കരിപ്പൂരിൽ യോഗയുമായി നല്ലൊരു ബന്ധമുണ്ട് എന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് ജനങ്ങൾ ക്ലിക്ക് ചെയ്തത്. ഞങ്ങളതിൻ്റെ ഒരു ഭാഗത്തുനിന്ന് പല ഈ കോവിഡിന് ശേഷമാണ് ഇത് യഥാർത്ഥം വ്യാപകമായിട്ടുള്ളത്. കാരണം ജനങ്ങൾ ഒരുപാട് ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒട്ടേറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ യോഗയുമായി മുന്നോട്ട് വന്നപ്പോൾ അവർക്കുണ്ടായിരുന്ന ശ്വാസതടസ്സം അല്ലെങ്കിൽ ലെൻസ് സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത്തരം അസുഖങ്ങൾ മാറിക്കിട്ടുന്ന ഒരു സംഭവമുണ്ട്. ഞങ്ങൾക്ക് ഈ പല ഈ വനിതകളുടെ പരിപാടിയിൽ പോയപ്പോൾ ഇന്നലെ വീൽചെയറിലുണ്ടായിരുന്നു. പഞ്ചായത്ത് അംഗം MK സുജ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവള്ളി മുഖ്യാതിഥിയായിരുന്നു. കൊയോങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഭാഗ്യശ്രീ, ലൈബ്രറി കൗൺസിൽ നേതൃസമിതി കൺവീനർ VK രതീശൻ, ഗ്രന്ഥാലയം യോഗ ക്ലബ്ബ് കോർഡിനേറ്റർ KV ഗംഗാധരൻ, വായനാശാല വൈസ് പ്രസിഡന്റ് ദാമു കാറമേൽ എന്നിവർ സംസാരിച്ചു. പരിശീലകരായ ലീന പ്രമോദ്, സിന്ധൂര സത്യൻ എന്നിവർ യോഗ പ്രദർശനത്തിന് നേതൃത്വം നൽകി. യോഗാ ദിനാചരണ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ പേരും പ്രാണായാമം ചെയ്തു. ഉറുമേസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. സേവാഭാരതി കള്ളാർ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം വിവിധ പരിപാടികളോടെ ആചരിച്ചു. കള്ളാർ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വച്ചാണ് യോഗാ ദിനാചരണം നടത്തിയത്. സേവാഭാരതി കള്ളാർ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം വിവിധ പരിപാടികളോടെയാണ് ആചരിച്ചത്. കള്ളാർ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗാ ദിനാചരണം രാജപുരം ഗവൺമെന്റ് ഹോമിയോ ഡോക്ടർ ധന്യ KS ഉദ്ഘാടനം ചെയ്തു. ഈ ജൂൺ 21 എന്നുള്ള ഒരു ഡേറ്റ് പ്രപ്പോസ് ചെയ്തത്, ആ ഡേറ്റിന്റെ പ്രത്യേകത എന്താണ് അറിയോ ആർക്കെങ്കിലും? ഈ ജൂൺ 21 എന്ന് പറയുന്ന ദിവസം ദക്ഷിണായനത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ചില പ്രത്യേകതകളുണ്ട് ഈ ദിവസത്തിന്. അപ്പോൾ യോഗ ഡേ ആക്കാൻ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ദിവസം ഈ ഒരു ദിവസമാണെന്ന് മോദിജി പ്രപ്പോസ് ചെയ്യായിരുന്നു. അങ്ങനെ അത് യുണൈറ്റഡ് നേഷൻസ് അസംബ്ലി അത് അംഗീകരിച്ചു. അതിനുശേഷം 2015 നമ്മുടെ ആദ്യ യോഗ ഡേ ആയിട്ട് 2015 ജൂൺ 21 സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. നമ്മൾ ഏറ്റവും വലിയ ഒരു യോഗ ക്ലാസ്, ഒരു യോഗ ട്രെയിനിങ് എന്നുള്ള രീതിയിൽ ഇപ്പോഴും അംഗീകരിക്കപ്പെടുന്നത് ആ ദിവസമാണ്. അന്ന് ഒരുപാട് രാജ്യങ്ങൾ ഒരുമിച്ച് ഒരു ഓൺലൈൻ വേദി പോലെ ചെയ്ത് യോഗ ട്രെയിനിങ് നടത്തി. അതിനുശേഷം നമ്മളിപ്പോൾ എല്ലാ വർഷവും ജൂൺ 21 യോഗ ഡേ സെലിബ്രേറ്റ് ചെയ്യാണ്. സേവാഭാരതി വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ അടോട്ടുകയ യോഗ സന്ദേശം നൽകി. സേവാഭാരതി കള്ളാർ പ്രസിഡന്റ് സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കൃഷ്ണകുമാർ, S ചന്ദ്രമൗലി എന്നിവർ സംസാരിച്ചു. സുഷ M, ബാലചന്ദ്രൻ കൊട്ടോടി എന്നിവരായിരുന്നു യോഗ പരിശീലകർ. സുഗുകുളം സ്വാഗതവും E ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കള്ളാർ. കാറടുക്ക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റാർ സ്വർണ്ണ കൂടാരം ഉദ്ഘാടനവും വിജയോത്സവവും വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു. യോഗാ ದಿನಾಚರಣೆಯ ಭಾಗമായി യോഗಾ ಪರಿಶೀಲನവും നടന്നു. ಅಂತಾರಾಷ್ಟ್ರೀಯ ಯೋಗ ದಿನಾಚರಣೆಯ ಅಂಗವಾಗಿ ಮೊಗ್ರಾಲ್ನ ಪ್ರಭಾತ ವ್ಯಾಯಾಮ ಟೈಮ MEC 7ನ ಆಶ್ರಯದಲ್ಲಿ ಮೊಗ್ರಾಲ್ ಟೌನ್ನ ರೆಹಮಾನಿಯಾ ರೆಸ್ಟೋರೆಂಟ್ ಕಾಂಪೌಂಡ್ನಲ್ಲಿ ಬೆಳಗಿನ ವ್ಯಾಯಾಮದ ನಂತರ ಯೋಗ ತರಗತಿಯನ್ನು ಆಯೋಜಿಸಲಾಗಿತ್ತು. MEC 7 ಮುಖ್ಯ ಸಂಯೋಜಕ M ಮಾಹಿನ್ ಮಾಷ್ ಅಧ್ಯಕ್ಷತೆ ವಹಿಸಿದ್ದರು. K ಮೊಹಮ್ಮದ್ ಕುഞ്ഞി ನಾಂಗಿ ಯೋಗ ತರಗತಿಯ ನೇತೃತ್ವ ವಹಿಸಿದ್ದರು. ತರಬೇತುದಾರ PM ಮೊಹಮ್ಮದ್ ಕುഞ്ഞി ಟೈಲ್ಸ್ ಕಾರ್ಯಕ್ರಮವನ್ನು ನಿರ್ವಹಿಸಿದರು. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അന്താരാഷ്ട്ര യോഗാ ദിനം 1000 കുട്ടികളുടെ പങ്കാളിത്തത്തിൽ യോഗാ പരിശീലനവുമായി ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ.
5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളെയും NCC, SPC, റെഡ് ക്രോസ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ലിറ്റിൽ കൈറ്റ്സ് തുടങ്ങിയവയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് പരിശീലന പരിപാടി നടത്തിയത്. ലഹരിയാവാം പഠന പ്രവർത്തനങ്ങളോട് എന്ന സന്ദേശവുമായി അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ ആയുഷ് മിഷനുമായി ചേർന്ന് 1000 വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് യോഗാ പരിശീലനം സംഘടിപ്പിച്ചു. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളെയും NCC, SPC, റെഡ് ക്രോസ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ലിറ്റിൽ കൈറ്റ്സ് തുടങ്ങിയവയിലെ കുട്ടികളും അധ്യാപകരും ചേർന്നാണ് പരിശീലന പരിപാടി നടത്തിയത്. അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ജൂൺ 21-ന് നാം കൊണ്ടാടാറുള്ള യോഗ ദിനാചരണത്തിൻ്റെ ഭാഗമായി നമുക്കറിയാം, വർഷങ്ങളായി ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ദിനാചരണം വിപുലമായി ആഘോഷിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇത്തവണ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഏകദേശം 1000-ഓളം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ യോഗാചരണം നമ്മൾ ആചരിക്കുന്നത്. ഇതിൽ NCC, SPC, സ്കൗട്ട് ഗൈഡ്സ്, അതോടൊപ്പം റെഡ് ക്രോസ്, ലിറ്റിൽ കൈറ്റ്സ് എന്നീ നമ്മളെ ഫോഴ്സ് വിഭാഗങ്ങളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സവിശേഷതയാണ്. എന്തുതന്നെ ആയാലും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കൂടുതൽ പങ്കാളിത്തം ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തമായി കാണുന്നു. പഠനത്തിലെ താൽപര്യക്കുറവ് പരിഹരിക്കുക, മൊബൈൽ, ലഹരി തുടങ്ങിയവയുടെ ഉപയോഗം ഇല്ലാതാക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും പഠനവും കലാകായിക മേഖലയിലെ വളർച്ച ഉറപ്പുവരുത്തുന്നതിനുമാണ് യോഗ പരിശീലനം നടത്തിയത്. പ്രിൻസിപ്പൽ N. വേണുനാഥൻ, ഹെഡ്മാസ്റ്റർ P. സുമ, അധ്യാപകരായ P. ഗോപികൃഷ്ണൻ, K. വിജയകൃഷ്ണൻ, M. K. റീനാകുമാരി, K. M. അനന്തൻ, C. ശ്യാംപ്രസാദ്, യോഗ പരിശീലകരായ ലെനിൻ അശോകൻ, K. സുനിത എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ CMET നഴ്സിംഗ് കോളേജിന്റെ സഹകരണത്തോടെ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. K. വിജയൻ ഉദ്ഘാടനം ചെയ്തു. പെരിയ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ CMET നഴ്സിംഗ് കോളേജിന്റെ സഹകരണത്തോടെ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ D.G. രമേശ് അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. K. വിജയൻ ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് പബ്ലിക് ഹെൽത്ത് നഴ്സ് P. ഗൗരിയുടെ നേതൃത്വത്തിൽ യോഗാ പ്രദർശനം നടത്തി. ഹെൽത്ത് സൂപ്പർവൈസർ M. ചന്ദ്രൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ M. V. അശോകൻ, PRO കീർത്തന, CMET നഴ്സിംഗ് കോളേജ് ട്യൂട്ടർ സ്വാതി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പെരിയ. ഒരിടവേള കൂടി. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. Dedication, determination and dignity. കാഞ്ഞങ്ങാട് DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ബിഗ് സെയിൽ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ. മലബാറിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി 50% വരെ ഡിസ്കൗണ്ട്. ഇഷ്ട ഫർണിച്ചർ തടസ്സങ്ങളില്ലാതെ വാങ്ങാൻ ഈസി EMI സൗകര്യം. പഴയ ബെഡ് മാറ്റി പുതിയത് വാങ്ങാൻ മെഗാ എക്സ്ചേഞ്ച് ഓഫർ. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ആനിവേഴ്സറി സ്പെഷ്യൽ ഗിവവേയിൽ പങ്കെടുക്കാൻ 9605858326 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ DNG എന്ന് മെസ്സേജ് ചെയ്യുക. നിർദ്ദേശങ്ങൾ പാലിക്കുക. 4ന്റെ നിറവിൽ നാടിതുവരെ കാണാത്ത തകർപ്പൻ ഓഫറുമായി DNG ഫർണിച്ചർ, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. അൽഖിദ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് കാഞ്ഞങ്ങാട് പടിഞ്ഞാറ് മർഹൂം മെട്രോ മുഹമ്മദ് ഹാജി സാഹിബ് സ്മരണാർത്ഥം നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു. ഷാർജ KMCC കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ കല്ലുരാവി നിർവഹിച്ചു. കാസർഗോഡ് ജില്ലയിലെ മത, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യമായ അൽഖിദ്മ
ചാരിറ്റബിൾ ട്രസ്റ്റ് കാഞ്ഞങ്ങാട് പടിഞ്ഞാർ മർഹൂം മെട്രോ മുഹമ്മദ് ഹാജി സാഹിബ് സ്മരണാർത്ഥം നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ബ്രോഷർ പ്രകാശനം ഷാർജ KMCC കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ കല്ലൂരാവി നിർവഹിച്ചു. മെട്രോ മുഹമ്മദ് സാഹിബിന്റെ പേരിലുള്ള ഒരു ബ്രോഷറാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത്. കാഞ്ഞങ്ങാട് മേഖലയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ജീവകാരുണ്യ പ്രസ്ഥാനമാണ് കിദ്മ പടിഞ്ഞാറ്. ഇവർ ചെയ്യുന്ന സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. ഇനിയും ഭാവിയിൽ ഇതുപോലെ പലതരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ സംഘടനയ്ക്ക് നടത്താൻ പടച്ചവൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ട്രസ്റ്റ് അറിയപ്പെടുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ അറിയപ്പെടുന്ന സംഘടനയായി മാറിയിട്ടുണ്ട്. അതിപ്പോൾ 2 വീടുകൾ മുമ്പ് നിർമ്മിച്ച് നൽകി. ഇപ്പം 3ാമത്തെ ഒരു വീടിൻ്റെ പണിപ്പുരയിലാണ് ഞങ്ങളുള്ളത്. അതിൻ്റെ ഒരു ബ്രോഷറാണ് ഇന്നിപ്പോൾ പ്രകാശനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ വ്യവസായ പ്രമുഖർ. അതുകൂടാതെ ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയണമെങ്കിൽ കുറേ കൂടുതൽ പറയാനുണ്ട്. ട്രസ്റ്റ് നൽകുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച്, നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശാലമായിട്ട് പറയാനുണ്ട്. പെട്ടെന്നൊന്നും തീരുന്ന ഇതൊന്നുമല്ല. ഞങ്ങളിപ്പോൾ നേരത്തെ നമ്മുടെ ചെയർമാൻ പറഞ്ഞതുപോലെ 10-35 ആളുകൾക്ക് ഓരോ മാസം കിറ്റ് കൊടുക്കുന്ന കിറ്റ്, അതേപോലെ തന്നെ വിവാഹപ്രായത്തിൽ നിൽക്കുന്ന പെൺകുട്ടികൾ വിവാഹ ആവശ്യത്തിനുള്ളത്, രോഗികൾ കൊണ്ട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗികൾക്ക് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ധനസഹായം, അങ്ങനെ നിരവധി വീട് നിർമ്മാണത്തിന്, വീട് റിപ്പയറിങ്ങിനായിട്ട് നടത്തുന്ന ലക്ഷക്കണക്കിന് രൂപ ഇതുവരെ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രസ്റ്റ് മുഖ്യ രക്ഷാധികാരി അബ്ദുൾ റസാഖ് ആറങ്ങാടി, ട്രസ്റ്റ് ചെയർമാൻ ഹനീഫ ന്യൂഡൽഹി, ട്രസ്റ്റ് കൺവീനർ അബ്ദുൾ കലാം TK, ട്രസ്റ്റ് ഗോൾഡൻ കിറ്റ് കോർഡിനേറ്റർ അബ്ദുൾ റസാഖ് മൗലവി, ട്രസ്റ്റ് ട്രഷറർ ഹസൻ പടിഞ്ഞാർ, ട്രസ്റ്റ് ഗ്ലോബൽ കമ്മിറ്റി കൺവീനർ സലീം കുന്നുമ്മൽ, വർക്കിംഗ് കൺവീനർ റാഷിദ് TK, ട്രസ്റ്റ് ഗ്ലോബൽ കമ്മിറ്റി കോർഡിനേറ്റർ ഫാസിൽ PV, വൈസ് പ്രസിഡന്റ് നിയാസ്, ട്രസ്റ്റ് മെമ്പർ കുഞ്ഞാമത്, പാലിയേറ്റീവ് കോർഡിനേറ്റർ സാദിഖ് പടിഞ്ഞാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള ഫർണിച്ചർ വിതരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. അജാനൂർ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഫർണിച്ചർ വിതരണം ചെയ്തത്. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ കേരള ഗവൺമെൻറ്, വിദ്യാഭ്യാസ വകുപ്പ് വലിയ നിലയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ എല്ലാം വിദ്യാലയങ്ങൾ മികച്ച വിദ്യാലയങ്ങളായി മാറിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി, കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി, പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാം സഹായത്തോടെ നമ്മുടെ നാട്ടിലെ LP, UP, ഹൈസ്കൂൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക് വന്നിരിക്കുകയും സർക്കാർ സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പഞ്ചായത്ത് എന്ന നിലയിൽ സ്കൂളിൻ്റെ നിലവാരം മെച്ചപ്പെടുന്നതോടൊപ്പം തന്നെ കുട്ടികളുടെ അക്കാദമിക് നിലവാരം നമുക്ക് മെച്ചപ്പെടുത്താൻ ആവശ്യമായ നിലയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യണം. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K മീന അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ രവീന്ദ്രൻ K, അശോകൻ ഇട്ടമൽ, ഹംസ CH, സതി K, സ്കൂൾ ഹെഡ് മാസ്റ്റർ K മോഹനൻ എന്നിവർ സംസാരിച്ചു. ഫിഷറീസ് ഓഫീസർ അബ്ദുള്ള കുഞ്ഞി സ്വാഗതം പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ മക്കളായ 20 പേർക്കാണ് തടി കൊണ്ടുള്ള മേശയും കസേരയും അടക്കമുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഭാരതീയ അഭിഭാഷക പരിഷത്തിന്റെ ഹോസ്ദുർഗ് യൂണിറ്റ് തല മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നു. കാഞ്ഞങ്ങാട് ബാർ അനക്സ് ഹാളിൽ വെച്ചാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ഭാരതീയ അഭിഭാഷക പരിഷത്തിന്റെ ഹോസ്ദുർഗ് യൂണിറ്റ് തല മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കാഞ്ഞങ്ങാട് ബാർ അനക്സ് ഹാളിൽ വെച്ചാണ് നടന്നത്. ഭാരതീയ അഭിഭാഷക പരിഷത്ത് സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന ജില്ലാ യൂണിറ്റ് തല മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായാണ് ഹോസ്ദുർഗ് യൂണിറ്റിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. കാസർഗോഡ് ജില്ലാ അഭിഭാഷക പരിഷത്തിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് C അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ ആശയത്തിന് അനുകൂലമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ മാത്രം അതിനെതിരായ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ ഭാരതാംബയുടെ മുമ്പിൽ നിലവിളക്ക് കൊത്തിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. ഭാരതാംബ പോലും ഭരണഘടനാ വിരുദ്ധമാണെന്ന് കേരളത്തിലെ ഒരു മന്ത്രി ഇന്നലെ പ്രസ്താവിക്കുകയുണ്ടായി. ഭാരത് മാതാക്ക് വന്ദേ മാതരമൊക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്
ഭാരതത്തിലെ ജനകോടികളെ മുഴുവൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രേരിപ്പിച്ചപ്പോൾ അതിനെതിരെ മുന്നിട്ടിറങ്ങാനുള്ള ആവേശമായി മാറിയപ്പോൾ അന്നൊന്നും ഇതിലൊന്നും ആരും വർഗീയത കണ്ടില്ല. അഭിഭാഷക പരിഷത്ത് ഹോസ്ദുർഗ് യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. പുതുതായി മെമ്പർഷിപ്പ് എടുത്ത ഹോസ്ദുർഗ് യൂണിറ്റിലെ അഡ്വക്കേറ്റ് ഗോപിക, അഡ്വക്കേറ്റ് ജ്യോതിക റാണി എന്നിവർക്ക് അംഗത്വ വിതരണം നൽകി. ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ കെ ജി, അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ വി എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ട്രഷറർ നവീൻ ശങ്കർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പനത്തടി ഗ്രാമപഞ്ചായത്ത് പട്ടികവർഗ പുനരധിവാസ മിഷൻ 10 വീടുകളുടെ താക്കോൽദാന ചടങ്ങ് നടന്നു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ മന്ത്രി OR കേളു താക്കോൽദാനം നിർവഹിച്ചു. കേരള സർക്കാർ ആയുഷ് വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ കേരളം വൺ എർത്ത് വൺ ഹെൽത്ത് 11ാം അന്താരാഷ്ട്ര യോഗാ ദിനം കാസർഗോഡ് ജില്ലാതല പരിപാടി നടന്നു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് പരിപാടി നടന്നത്. കാസർഗോഡ് തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന കവർച്ചാ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഓടിപ്പോയി. ഒളിവിൽ പോകാനുള്ള ശ്രമത്തിനിടയിൽ പ്രതിയെ 1 മണിക്കൂറിനകം പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻ കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രസിഡന്റായിരുന്ന MV ദാമോദരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ഫോൺ ഡയറക്ടറി പ്രകാശനവും നടന്നു. SLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. തരിശുപാടത്ത് നെൽകൃഷിയിറക്കി പെരിയാപരപ്പ കെട്ട് ശ്രീ വയനാട്ടുകുലവൻ സേവാ സമിതി. 4 ഏക്കറോളം തരിശുഭൂമിയിലാണ് നെൽകൃഷി ഇറക്കുന്നത്. കാഞ്ഞങ്ങാട് സ്വാതിയോഗ നാച്ചുറോപ്പതി എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാനും പ്രശസ്ത യോഗാചാര്യനുമായ KN ശംഭു നമ്പൂതിരി യോഗ പരിശീലനം തുടങ്ങിയിട്ട് 50 വർഷം തികയുന്നു. 50ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.